ഒന്ന് വിടുന്നുണ്ടോ? ആളുകളൊക്കെ നോക്കുന്നുണ്ട് രുദ്രേട്ടാ. ദക്ഷ ഇത്തിരി നീരസത്തോടെ രുദ്രനോട് പറഞ്ഞുകൊണ്ട് കൈ വിടുവിക്കുവാൻ നോക്കി. അതാ പറഞ്ഞത് നിന്നോട് വണ്ടി കയറാൻ. ഞാൻ വീട്ടിലെത്തിക്കാം. അതിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് ഇള്ളാക്കുഞ്ഞല്ലല്ലോ ഞാൻ. ദക്ഷ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിന്നെ പൊക്കിയെടുത്ത് ഞാൻ വണ്ടിക്കകത്തിടും. കാണണോ നിനക്ക്? അവൻ്റെ ഭീഷണിയേറ്റു. പാവം ദക്ഷ സങ്കടത്തോടെ രുദ്രൻ്റെ വണ്ടിയിൽ കയറി. കണ്ണ് നിറയാൻ തുടങ്ങി. എന്നാലും വാശിയോടെ അവൾ കടിച്ചു പിടിച്ചിരുന്നു. നിന്നെ അനുസരിപ്പിക്കാൻ എനിക്കറിയില്ലെന്ന് കരുതിയോടി നീ? സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടയിൽ അവൻ ദക്ഷയെ കലിപ്പിൽ നോക്കി. നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നത് എനിക്കൊന്ന് കാണണം. തുള്ളിച്ചാടി ഓടുവല്ലായിരുന്നോ? അവൻ പിന്നെയും ഓരോന്ന് പറഞ്ഞു. പെട്ടെന്ന് ദക്ഷയുടെ പാവം മാറി. എന്നെ എൻ്റെ വീട്ടിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും. കാണാം. അവൻ പൊട്ടിച്ചിരിച്ചു. നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ കഴിയും. ഞാനെൻ്റെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു ദക്ഷ. എനിക്കിനി അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛൻ മേടിച്ച കാശ് തിരികെ തരും. അതിനുള്ള എല്ലാ നടപടികളും ഞാൻ നോക്കുന്നുണ്ട്. അച്ചോടാ പാവം. എനിക്ക് കാശൊന്നും വേണ്ട ചക്കരേ. രുദ്രേട്ടന് നിന്നെ മാത്രം മതി. എൻ്റെ ദക്ഷക്കുട്ടിയെ മാത്രം. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അല്പം പോലും ഇഷ്ടമല്ല. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത് അത്രയും പോലും ഇഷ്ടമല്ല. പിന്നെ എന്തിനാ ഈ കോലം കെട്ട്? ആണോ? ശോ, കഷ്ടം. രുദ്രൻ, നിങ്ങളുടെ വിളച്ചിലൊന്നും എൻ്റെ അടുത്ത് ഇറക്കണ്ട. മര്യാദയ്ക്ക് എന്നെ എൻ്റെ വീട്ടിലാക്കിക്കോ. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ദക്ഷയുടെ മറ്റൊരു മുഖമാണ്. ഓ നൈസ്. എങ്കിലതൊന്ന് കാണണമല്ലോ. പറയുന്ന കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ഓവർ സ്മാർട്ട്നെസ്സൊക്കെ എൻ്റെ അടുത്ത് വേണ്ടാട്ടോ. അതങ്ങ് കൈ വെച്ചാൽ മതി. അവൻ തലകുലുക്കി. കുറേ നേരം ദക്ഷയോട് വഴക്കിട്ടുവെങ്കിലും ഒടുവിൽ അവളുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് വണ്ടി തിരിഞ്ഞതും ആമുഖം വല്ലാണ്ട് പ്രകാശിക്കുന്നത് അവൻ കണ്ടു. ഇവിടെ ഇറക്കിയാൽ മതി, ഞാൻ നടന്നു പൊയ്ക്കൊള്ളാൻ രുദ്രേട്ട. രുദ്രേട്ടനോ? ആരടി നിന്റെ രുദ്രേട്ടൻ? പെട്ടെന്നവൻ അലറിയതും ദക്ഷ നടുങ്ങിപ്പോയി. രുദ്രൻ, നീ കുറച്ചു മുന്നേ വിളിച്ചത് അങ്ങനെയല്ലേ? അതതുപോലെ മതി. ഇനി മാറ്റി വിളിക്കാൻ മെനക്കെടണ്ട. അമ്മയും രുദ്രേട്ടനും പോകുമ്പോൾ അവിടെ മറ്റാരും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ. ദക്ഷ, മിണ്ടരുത് നീ. ഒരക്ഷരം പോലും മിണ്ടരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. കലിയോടെ അവൻ പറഞ്ഞു. എന്നിട്ട് ദക്ഷയുടെ വീടിൻ്റെ അടുത്തായി അവൻ വണ്ടി ഒതുക്കി നിർത്തി. ദക്ഷ പതിയെ മുഖം ചിരിച്ചു നോക്കി. ഇറങ്ങിപ്പോടി പുല്ലേ. അവനൊരൊറ്റ അലർച്ചയായിരുന്നു. രുദ്രേട്ടൻ കയറുന്നുണ്ടോ? ഒരു പ്രകാരത്തിൽ അവൾ ചോദിച്ചു. മറുപടിയൊന്നും പറയാതെ അവൻ അങ്ങനെ ഇരുന്നു. ദക്ഷ പെട്ടെന്നിറങ്ങി. എന്നിട്ട് ഡോറടിച്ചതും രുദ്രൻ വണ്ടി തിരിച്ചുകൊണ്ട് പാഞ്ഞുപോയി. മോളൂട്ടി, ലേഖമ്മയുടെ വിളിയൊച്ച കേട്ടതും ദക്ഷ മുഖം തിരിച്ചു. സ്നേഹത്തോടെ ഓടി വരുന്നുണ്ടവർ. അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോൾ അച്ഛനും ഉമ്മറത്തേക്ക് വന്നു. നീ ഒറ്റയ്ക്കാണോ വന്നത്? അയാൾ ചോദിച്ചു. അല്ല, ഏട്ടൻ ഇവിടെ കൊണ്ടൊന്ന് വിട്ടിട്ട് പോയി. അവൾ പെറുപെറുത്തു. എന്നിട്ട് അമ്മയുടെ പിന്നാലെ വീടിനുള്ളിലേക്ക് പോയി. മോളെ, ലക്ഷ്മിയമ്മ പോയോടാ? പോയി കാണും. ഒന്ന് വിളിച്ചു നോക്കട്ടമ്മേ. ഇത്തിരി കട്ടൻ തന്നേ, ദാഹിക്കുന്നു. ദക്ഷ അടുക്കളയിലെ ചെറിയ ബെഞ്ചിൻ്റെ നടുക്കായി വന്നിരുന്നു. ഇപ്പം തരാം മോളെ. അവർ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ്സിൽ കാപ്പി പകർന്നു. എന്നിട്ടത് അവളുടെ നേർക്ക് നീട്ടി. കാച്ചിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അമ്മ ഇത്തിരി കാന്താരി കൂടി പൊട്ടിക്കട്ടെ. കാച്ചിൽ വിളവായോ അമ്മേ? ഉവ്, നല്ല പൊടിഞ്ഞ കാച്ചിൽ. ഇന്നലെ പറിച്ചു നോക്കി. വിളഞ്ഞതുകൊണ്ടാ ഞാനതങ്ങ് പറിച്ചെടുത്തത്. അമ്മയും മകളും സംസാരിച്ച് നിന്നപ്പോൾ വിശ്വനാഥൻ മകളുടെ അടുത്തേക്ക് വന്നു. നിനക്ക് ഇന്ന് തിരിച്ചു പോണോ? വേണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞു മതി. ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ദക്ഷ അയാളോട് പറഞ്ഞു. അതെന്താ? അമ്മയും ഏട്ടനും അവിടെ ഇല്ല. ഹൈദരാബാദ് വരെ പോവാ. അതുകൊണ്ട് ഇവിടേക്ക് പോകുന്നത്. ലക്ഷ്മി ചേച്ചിയും പോവുകയാണോ? അമ്മയ്ക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ്. അതിന് ഷൊർണൂർക്ക് പോവാണ്. അയാളൊന്ന് മൂളി. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. ഈ സമയത്ത് രുദ്രനെ ആരൊക്കെയോ ചേർന്ന് പൊക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുകയായിരുന്നു. ഒരു പിക്കപ്പ് വാൻ ഓവർടേക്ക് ചെയ്തു വന്നു. നേരെ ഈ പയ്യൻ്റെ വണ്ടിയിലിടിച്ചത്. ഞങ്ങളൊക്കെ ഓടിക്കൂടി ചെല്ലുമ്പോൾ ബോധം പോയിരുന്നു സർ.
ഹോസ്പിറ്റലിലേക്ക് രുദ്രനെ കൊണ്ടുവന്ന ആരൊക്കെയോ പോലീസിന് മൊഴി കൊടുക്കുകയാണ്. ഈ പയ്യൻ ഓവർ സ്പീഡായിരുന്നോ? അല്ല സാറേ, ഒരുപാട് സ്പീഡൊന്നുമില്ല. പക്ഷേ പിക്കപ്പ് ഡ്രൈവർ കയറി വന്നതുകൊണ്ട് സംഭവിച്ചതാ. ശരി. പോലീസ് നടന്നു നീങ്ങിയതും പിന്നെയും ആ ചെറുപ്പക്കാർ ചേർന്ന് ഓട്ടിയുടെ മുന്നിലേക്ക് ചെന്നു. രുദ്രനാരായണൻ്റെ കൂടെ ആരാ ഉള്ളത്? ഒരു സിസ്റ്റർ വന്നിട്ട് വിളിച്ചു ചോദിച്ചു. ഞങ്ങളാ. അയാളുടെ മദറിനെ വിളിച്ച് വിവരം പറഞ്ഞു. അവർ വന്നിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ. ഓക്കെ സിസ്റ്റർ. സമയം ഇപ്പോൾ 10 മണി രാത്രിയായി. ദക്ഷ ഇതൊന്നും അറിയാതെ അമ്മയോട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അവരുമൊത്ത് ഒരുമിച്ചിരുന്ന് അത്താഴമൊക്കെ കഴിച്ചു. ശേഷം ആ മടിയിൽ മുഖം ചേർത്ത് കിടക്കുകയാണ്. ഉറക്കം വരുന്നില്ലേ മോളെ? ഇല്ലമ്മേ. അവിടെ എപ്പോൾ കിടക്കും? അങ്ങനെ പ്രത്യേകിച്ച് ടൈമില്ല, എപ്പോഴെങ്കിലും കിടക്കും. എന്നാലും 10-10:30 വരെ ഇരിക്കും. ലക്ഷ്മിയമ്മ പാവമല്ലേ? അതെ, എന്നോട് സ്നേഹം അമ്മേ. രുദ്രനോ? രുദ്രേട്ടന് ദേഷ്യമുണ്ടായിരിക്കും. അച്ഛനും ജാനകിയും ചേർന്ന് ചതിച്ചതല്ലേ. അപ്പം പിന്നെ എന്നോട് സ്നേഹം കാണുമോ? ഒക്കെ മാറും കുട്ടിയെ, നീ വിഷമിക്കാതെ. അറിയില്ലമ്മേ, എന്തെങ്കിലും ആവട്ടെ. അവൾ അമ്മയുടെ മടിത്തട്ടിലേക്ക് വീണ്ടും ചുരുണ്ടുകൂടി. അയ്യോ, എൻ്റെ പൊന്നുമോൻ എന്താ പറ്റിയത്? ഒരു സ്ത്രീ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽക്കലേക്ക് വന്നു. ചേച്ചി കരയാതെ, അവന് കുഴപ്പമില്ല, ഞാനൊന്ന് പറയട്ടെ. അവരുടെ ഒപ്പമുള്ള ഒരാൾ ആ സ്ത്രീയെ പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും 2 സിസ്റ്റർമാർ കൂടി വന്നു. രുദ്രനാരായണൻ്റെ ആരാണ്? അമ്മയാണ് മോളെ. എൻ്റെ മോൻ എന്താ പറ്റിയത്? കുഴപ്പമില്ല, ആൾ ഓക്കെയാണ്. വലത് കൈക്ക് ഒടിവ് പറ്റി, സർജറി കഴിഞ്ഞു. ഇപ്പോൾ ആൾ മയക്കത്തിലാണ്. ഈശ്വര, എൻ്റെ കുട്ടി. അമ്മ ടെൻഷൻ ആവണ്ട, വേറെ യാതൊരു കുഴപ്പവുമില്ല. ചെറിയ ചെറിയ ചതവും വേദനയും ഒക്കെ ഉള്ളൂ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? കരഞ്ഞുകൊണ്ട് ലക്ഷ്മി ചോദിച്ചു. ഉവ്, കാണാലോ. അമ്മ വരൂ. ആ സിസ്റ്റർ അവരെയും കൂട്ടി അകത്തേക്ക് പോയി. ഡോക്ടർ ഉണ്ടോ മോളെ? ഉണ്ടല്ലോ. ആദ്യം രുദ്രനെ കാണാം, എന്നിട്ട് ഡോക്ടറോട് സംസാരിക്കാം. ലക്ഷ്മി തലകുലുക്കി. സർജിക്കൽ ഐസിയുവിലായിരുന്നു രുദ്രൻ. ഏറ്റവും അങ്ങേറ്റത്തെ ബെഡിലാണ് അവൻ കിടക്കുന്നത്. സിസ്റ്ററിൻ്റെ പിന്നാലെ ചങ്കിടിപ്പോടെയാണ് ലക്ഷ്മി നടന്നു ചെന്നത്. മോനെ. അവൻ്റെ അരികിലെത്തിയതും ലക്ഷ്മി വിളിച്ചു. 2-3 തവണ വിളിച്ചപ്പോൾ അവൻ മെല്ലെ ശിരസ് ചലിപ്പിച്ചു. രുദ്ര. മോനെ, അമ്മയാണ്. അവൻ മെല്ലെ കണ്ണ് ചിമ്മി തുറന്നു. എൻ്റെ മോൻ ഓക്കെയാണ് കേട്ടോ, എനിക്ക് യാതൊരു കുഴപ്പമില്ലടാ. അവൻ്റെ ഇടത്തെ കൈയിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. വേദനയുണ്ടോ മോനെ? ചെറുതായിട്ട്, അവൻ അവ്യക്തമായി പറഞ്ഞു. പിന്നെയും അവൻ മയക്കത്തിലേക്ക് വീണുപോയി. അമ്മ, അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. മറ്റു പേഷ്യൻറ്റിനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് സിസ്റ്റർ പറഞ്ഞതും ലക്ഷ്മിയമ്മ മകനെ ഒന്നുകൂടി നോക്കിയിട്ട് അവരുടെ പിന്നാലെ പുറത്തേക്ക് പോയി. അവർ പുറത്തു വന്ന ശേഷമാണ് രുദ്രനെ കൊണ്ടുവന്നിരുന്ന ആ അപരിചിതർ ലക്ഷ്മിയമ്മയെ വന്ന് പരിചയപ്പെട്ടത്. ചേച്ചി, എൻ്റെ പേര് തോമസ്. ഇത് സിറിയക്ക്. ഞങ്ങൾ 2 പേരും കൂടിയാണ് ചേച്ചിയുടെ മോനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതെയോ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ലക്ഷ്മിയമ്മ അവരുടെ നേർക്ക് കൈകൂപ്പി. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്ന ശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഞാനിവിടെ ഇല്ലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഷൊർണൂർക്ക് പോയതാണ് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ്. കുറേ ദൂരം ചെന്ന ശേഷമാണ് അറിയുന്നത് മോൻ ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായ വിവരം. അപ്പോൾ തന്നെ ഞാനിവിടെ നിന്ന് മടങ്ങിപ്പോരുമായിരുന്നു. ചേച്ചിക്ക് എന്തു പറ്റിയതാണ്? എനിക്ക് കാലിന് വേദന. ഇപ്പോൾ കുഴപ്പമില്ല. നിങ്ങളുടെ വീട് എവിടാ? കൃഷ്ണമംഗലം. ഞങ്ങൾ 2 ആളും കൂടി എൻ്റെ മോളുടെ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായത്. ചെറിയ മഴയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആളുകളൊക്കെ അങ്ങനെ ഇറങ്ങിയില്ല. എൻ്റെ മക്കളെ, നിങ്ങളില്ലായിരുന്നെങ്കിൽ എൻ്റെ മകൻ. അവർ കരഞ്ഞു. ഏയ് സാരില്ലേ ചേച്ചി, ആൾക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ. അതെ, എന്നെ മഹാദേവൻ കാത്തു, അതുതന്നെ ഞാൻ പറയുന്നുള്ളൂ. എന്നാൽ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ, നേരെ ഒരുപാടായല്ലോ. പൊയ്ക്കോളൂ. നിങ്ങളുടെ നമ്പറും തരാമോ? ലക്ഷ്മി ചോദിച്ചതും സിറിയക്ക് അയാളുടെ നമ്പർ പറഞ്ഞു കൊടുത്തു.
വൈകാതെ തന്നെ അവർ ലക്ഷ്മിയോട് യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. ദക്ഷ, ആ കുട്ടി വീട്ടിലില്ലായിരുന്നു അല്ലേ ലക്ഷ്മി? രുദ്രൻ്റെ അച്ഛൻ്റെ സഹോദരനായ രാമേന്ദ്രൻ ചോദിച്ചു. ഞാൻ ഷൊർണൂർക്കും അതുപോലെ തന്നെ രുദ്രൻ നാളെ ഹൈദരാബാദിനും പോകുന്നതുകൊണ്ട് ദക്ഷ അവളുടെ വീട്ടിലേക്കിന്ന് പോയി. ആ കുട്ടി ഇതൊന്നും അറിഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല, അറിഞ്ഞിട്ടില്ല. അഥവാ അറിഞ്ഞിരുന്നെങ്കിൽ ദക്ഷമോൾ ഇവിടെ വന്നേനെ. ഇത്രയും രാത്രിയായ സ്ഥിതിക്ക് ഇന്നിനി വിളിക്കണ്ട, നാളെ കാലത്തെ പറഞ്ഞാൽ മതി. അയാൾ പറഞ്ഞതും ലക്ഷ്മിയും തലകുലുക്കി. തുടരും. 2 പാർട്ട് തന്നതുകൊണ്ടേ നാളെ രാത്രിയിലെ ഇനി അടുത്തതിടുവോളേ. കഥയ്ക്ക് നിങ്ങൾ ലൈക്ക് തരണം, അതുപോലെ കമൻറ്റും ചെയ്യണേ.